എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശാബോധത്തെ സ്വാധീനിക്കുന്നതാണ്. മുൻധാരണകളുടെയും മുൻവിധികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോന്നിനെയും വിലയിരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകും. അത് നമ്മുടെ വളർച്ചയും മികവിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചില ധാരണകളും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്തരം ധാരണകളും നമ്മുടെ വ്യക്തിത്വ വളർച്ചയെ സ്വാധീനിക്കുന്നതാണ്. നെപ്പോളിയൻ ഹില്ലിൻ്റെ വാക്കുകൾ, വാട്ട് എവർ ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട പല കാര്യങ്ങൾക്ക് മുമ്പിലും എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ചില ധാരണകൾ കുടുങ്ങി മനസ്സിനെ ഇങ്ങനെ വിശ്വസിപ്പിച്ചാൽ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. അങ്ങനെയുള്ള മുൻവിധികളെ നമ്മൾ അതിജീവിച്ച മതിയാകും. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ, കീപ് മൈ വേർഡ് പോസിറ്റീവ്, വേർഡ് ബിക്കം മൈ ബിഹേവിയേഴ്സ്. കീപ് മൈ ബിഹേവിയേഴ്സ് പോസിറ്റീവ്, ബിഹേവിയർ ബിക്കം മൈ ഹാബിറ്റ്സ്. മനസ്സിനെ ക്രിയാത്മകമാക്കുക. അത്തരം മനസ്സുകളിൽ നിന്നാണ് ക്രിയാത്മകമായ ശീലങ്ങൾ ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാനല്ല ഈ ലോകത്തേക്ക് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ജീവിതം ക്രിയാത്മകമായി ജീവിച്ചു തീർക്കാൻ തന്നെയുള്ളതാണ്. ജോസഫ് ജുബേർട്ടിൻ്റെ വാക്കുകൾ, ദ മൈൻഡ്സ് ഡിറക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻ പ്രോഗ്രസ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തടവറയിലാണോ നമ്മൾ ജീവിക്കുന്നത്? അത് ജീവപര്യന്തം തടയുന്നേക്കാൾ അപകടകരമാണ്. വെളിച്ചമുള്ള ലോകവും വിശാലമായ ആകാശവും നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ദൈവം കൂട്ടുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല. ദൈവം ജയിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. മുഖം തിരിഞ്ഞും പുറംതിരിഞ്ഞും നിൽക്കാനുള്ളവരല്ല. പൊട്ടക്കിണറ്റിൻ്റെ ആഴങ്ങളിൽ നിന്ന് മിസ്രയീമിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ദൈവം വളർത്തിയൊരു മനുഷ്യനുണ്ട്, ജോസഫ്. തളർന്നു പോയില്ല. പൊത്തിഫേറിൻ്റെ കാരാഗ്രഹത്തിൽ അവൻ കിടക്കേണ്ടി വന്നെങ്കിലും മനസ്സിൻ്റെ കാരാഗ്രഹങ്ങളിൽ അവൻ ഒതുങ്ങിക്കൂടിയില്ല. കർത്താവ് അവനോട് കൂടെ ഉണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ദൈവം കൊടുത്ത കഴിവുകളിൽ അവൻ വിശ്വസിച്ചു. മനസ്സിൻ്റെ തളവറകളിൽ അവൻ കുടുങ്ങിപ്പോയില്ല. ഓർക്കുക പ്രിയപ്പെട്ടവരെ, വെളിച്ചവും വിശാലമായ ആകാശവും പറക്കാൻ കരുത്തുള്ള ചിറകുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മൈൻഡ് സെറ്റാകുന്ന കാരാഗ്രഹത്തിൽ ഒരിക്കലും നമ്മൾ കുടുങ്ങിപ്പോകരുതേ. 2 കൊരിന്ത്യർ 10 5-6 വാക്യങ്ങൾ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കർത്താവെ, കരുണ ചെയ്യണമേ. കർത്താവെ, ബലപ്പെടുത്തണമേ. കർത്താവെ, ആശ്വസിപ്പിക്കണമേ. മനസ്സിൻ്റെ തടവറയിൽ കുടുങ്ങിപ്പോയ അനേകം മനുഷ്യരുണ്ട്. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ജീവിതത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. യേശുവേ, നിന്റെ കൃപ അവരിലേക്ക് പകരണമേ. അവിടുന്ന് കൊടുത്ത ശക്തിയെയും കഴിവുകളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പറക്കുവാൻ കരുത്തുള്ള ചിറകും, പറക്കുവാനായി വിശാലമായ ആകാശവും, വഴി കാണിക്കുവാൻ വെളിച്ചവും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൽ നിന്നുള്ള ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അവിടുന്ന് കൂടെ ഇരുന്ന ദൈവമാണ്. ദൈവമേ, ഈ ലോക ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.